പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം. നമുക്ക് പ്രാർത്ഥനയിലേക്ക് പോകാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. എൻ്റെ മക്കളെ, ജീവിതാവശ്യങ്ങൾ പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് പോകാം. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ അവിടെ നടന്ന ആയിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ അങ്ങയുടെ അവകാശമോഹരിമായ തിരുസഭയെ, എൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്ന ആശീർവാദത്തിൽ നിൽക്കുന്ന എല്ലാ മക്കളെയും, അവരുടെ ജീവിതാവസ്ഥകളെ, അവരുടെ കുടുംബങ്ങളെ, ഇന്നത്തെ ജീവിത പ്രത്യേക ചുറ്റുപാടുകളെ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ സാന്നിധ്യം ആ മക്കളെവിടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഒരു നാമത്തിനെ ആശീർവദിക്കപ്പെടട്ടെ. നിൻ്റെ ജോലി ആശീർവദിക്കപ്പെടട്ടെ. നിൻ്റെ സാമ്പത്തിക പരാധീനത ആശീർവദിക്കപ്പെട്ടുകൊണ്ട് പരിഹാരം ഉണ്ടാവട്ടെ. നിൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിൻ്റെ അന്തരീക്ഷം തകർന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ആശീർവാദത്താൽ പുനഃസ്ഥാപിക്കപ്പെടുകയും സമാധാനಕ್ಕೆ സംലഭ്യമാവുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നീയും നിൻ്റെ കുടുംബവും ആശീർവദിക്കപ്പെടട്ടെ. നിന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിൻ്റെ ജീവിത മാർഗങ്ങൾ, നിൻ്റെ ഉദ്യമങ്ങൾ, നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, നീ സ്വകാര്യമായി ചെയ്തു തീർക്കേണ്ട ഒത്തിരിയേറെ ബാധ്യതകൾ കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. നീയല്ല, കർത്താവാണ് നിനക്കിവിടെ ചെയ്തതെന്ന് ബോധ്യമാകുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ നിനക്ക് ലഭിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ നാമത്തെ നിന്നെ ആശീർവദിക്കുന്നു. സഭയുടെ അധികാരത്തെ ആശീർവദിക്കുന്നു. കുടുംബത്തിൻ്റെ എല്ലാവിധ തകർച്ചകളെ അതിജീവിക്കുന്നതിനായി ഈശോയുടെ നാമത്തെ ആസ്വദിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങൾ, നിൻ്റെ മക്കൾ, നിൻ്റെ മക്കളുടെ തൊഴിലിടങ്ങൾ, അവരുടെ പഠന സ്ഥലങ്ങൾ, അവിടെ യാത്രകൾ, എന്തെങ്കിലും ഇഷ്യൂസ് പൊട്ടലും ചീറ്റലും കുടുംബത്തിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ ഭക്ഷണം കഴിക്കാതെ മുഖം കറുപ്പിച്ചൊക്കെ നടക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിൻ്റെ ശക്തി ഈ ആശീർവാദത്തിൻ്റെ കൃപയാൽ ഈ നിമിഷം ആ വ്യക്തിയെ സ്പർശിക്കട്ടെ.
ഏതെങ്കിലും ഏടാകൂടെ ബന്ധങ്ങളിലും നീ ചെന്ന് അകപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ പേരിൽ നീ മാനസിക പീഡ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കർത്താവ് ഇപ്പോൾ ആശ്രയിക്കുന്നു. നിന്നെ തകർത്തിട്ടിരിക്കുന്ന, നിന്നെ വിഷമിപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ഈ നിമിഷം നിനക്ക് അനുകൂലമായി മാറട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ കുരുക്ക് പിടിച്ച കാര്യങ്ങൾ, ചിലപ്പോൾ ബന്ധങ്ങളാകാം, ബിസിനസ്സുകളാകാം, ചിലപ്പോൾ നമ്മൾ സംസാരത്തിൽ വന്നിട്ടുള്ള പെസകളാകാം, അതുമൂലം തെറ്റിദ്ധാരണയാകാം, അതുമൂലം ഉണ്ടായിട്ടുള്ള ആശയക്കുഴപ്പങ്ങളാകാം. എല്ലാ കുരുക്കുകളും യേശുനാമം നീങ്ങിപ്പോട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. നീ എന്തിനു വേണ്ടിയാണോ വേദനിച്ചത്, എന്തിനു വേണ്ടി ഇന്നലെ വേദനയോടെ കിടന്നുറങ്ങിയത്, എന്ത് ഭാരമാണോ നിനക്ക് ഇന്ന് ഉണർച്ചയിൽ, എന്ത് ഭാരതത്തിൽ ഉണർന്നു വന്നത്, ആ മേഖലയെല്ലാം നിൻ്റെ കർത്താവും രക്ഷകനും ആയ യേശു ക്രിസ്തു നിന്നെ ആശീർവദിക്കുകയും പരിശുദ്ധ അമ്മ നിനക്കൊരു മധ്യസ്ഥ വഹിക്കുകയും എല്ലാ വിശുദ്ധന്മാരും മാലാഖമാരും രക്തസാക്ഷികളും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. ഈ ആശീർവാദത്തിൻ്റെ ശക്തി നീ ഇന്നുറങ്ങാൻ വരുന്നവരെ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാകട്ടെ. ലോർഡ് ഇൻഫ്യൂസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. നമുക്ക് ചില സമയത്ത് ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഒരു വിൽ ബി left in the air, we will not have any source to solve it. ഒരു വിഷയം പരിഹരിക്കുന്നതിന് നമുക്ക് മുമ്പിൽ ഒരു പോംവഴിയും കാണുന്നില്ല. ചില ആൾക്കാർ പറയല്ലോ, ഒരു പോംവഴിയില്ല എന്ന് പറയാൻ. ഒരു പോംവഴി ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഒരു വിശ്വാസ ജീവിതത്തിലില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കർത്താവ് തന്നെ പറഞ്ഞുകൊണ്ട് ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്, ഞാൻ തന്നെയാണ് വഴിയെന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വഴിപ്പെടുത്തി എടുക്കണം. ഞാൻ പണ്ട് നിങ്ങളോട് ഇതേ പന്തിയെ പറഞ്ഞിട്ടില്ലേ, ഇസ്രായേൽ രാജാവ് ഏതോൻ രാജാവും കൂടി യുദ്ധത്തിന് പോയ കാര്യം മോവാബുമായിട്ട്. അപ്പോൾ അവരെന്താ പറഞ്ഞത്? പറഞ്ഞത് നമ്മൾ 7,000-6,000 സൈന്യമേ ഉള്ളൂ, മോവാബ് 30,000 സൈന്യമുണ്ട്, യുദ്ധം നമ്മൾ തോക്കും. അപ്പോൾ നമ്മുടെ മക്കൾ മരിക്കും, നമ്മുടെ ഒട്ടകങ്ങൾ മരിച്ചു, ഓൾറെഡി ഒട്ടകങ്ങൾ വെള്ളമില്ലാതെ ചത്തുകൊണ്ടിരിക്കണം, നമുക്കും വെള്ളം കിട്ടണില്ല, തിരിച്ചു പോകാം എന്ന് പറയുമ്പോൾ തിരിച്ചു പോകണ്ട എന്ന് പറയുന്നതിന് ഒരു ന്യായം എന്താ പറയണത്? 2 രാജാക്കന്മാർ 3:15 വായിച്ചേ. ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. പോകണ്ടെന്ന് ന്യായം പറയണത് എലീഷ അവിടെ ഒരു ദൈവത്തിൻ്റെ സ്വരം കേൾപ്പിക്കുന്ന ഒരാളെ അവരന്വേഷിച്ചപ്പോൾ എലീഷ ആ പ്രവിശ്യയിലുള്ള ആളാണ്. എലീഷയെ വിളിപ്പിച്ചു. എലീഷയോട് പറഞ്ഞു, ഞങ്ങൾ ജയിക്കുമോ, പോകണോ യുദ്ധത്തിന്? യുദ്ധം ചെയ്തില്ലേ അവർ നമ്മളെ കൊല്ലും, യുദ്ധം ചെയ്താലും കൊല്ലും, ഒരു വെക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പം തന്നെ വെള്ളമില്ലാതെ കഴുതകളും ചത്തു, ഒട്ടകവും ചത്തു, വല്ലാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറയുമ്പോഴേ പുള്ളിക്കാരൻ പറയുന്നൊരു വാക്കുണ്ട്. ഇതാണ്, ഒരു ഗായകനെ എൻ്റെ അടുത്ത് കൊണ്ടുവരൂ എന്നാ പറയണത്. ഗായകൻ പാടിയപ്പോൾ കർത്താവിന്റെ ശക്തി എലീഷായുടെ മേൽ ആവസിച്ചു. അതായത് ഗായകൻ അവിടെ ചെയ്തിരിക്കണെന്ന് വെച്ചാൽ ശക്തി എങ്ങനെ ജനറേറ്റ് ചെയ്തത്? ശക്തി ജനറേറ്റ് ചെയ്യണത് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോഴാണ്. ദൈവം സ്നേഹമല്ലേ? അപ്പം ആ സ്നേഹത്തെ നമ്മൾ മഹത്വപ്പെടുത്തണമെങ്കിൽ നമുക്ക് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും വേണം. ഇതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ ഉടനെ ദൈവത്തിൻ്റെ സത്തയിൽ ദൈവം ശക്തിയാണ്, സ്വരൂപത്തിൽ സ്നേഹമായത് കാരണം ഈ സ്നേഹത്തെ നമ്മൾ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ ശക്തി അപ്ലോഡ് ചെയ്യും. അതാണ് കർത്താവ് പറയേണ്ടത്. അത് വിശ്വാസം കാണിച്ചാലും മതി. കർത്താവ് പറയണില്ല 8:46 ലൂക്കാസ് വിശേഷത്തിലില്ലേ, യേശു പറഞ്ഞു ആരോ എന്നെ ആ രക്തസാക്കാരുടെ കാര്യമാണിത്. ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു. അതേ ഉള്ളൂ. അതായത് ദൈവം സ്വരൂപത്തിൽ സ്നേഹവും സാരാംശത്തിലും സത്യയിലും ശക്തിയുമാണ്. അപ്പം ഈ ദൈവത്തെ സ്നേഹിച്ച് കഴിയുമ്പോൾ നമ്മളൊക്കെ അപ്ലോഡ് ചെയ്തു വരുന്നത് ശക്തിയായിരിക്കും. അപ്പം ദൈവത്തെ സ്നേഹിക്കാനും മഹത്വപ്പെടുത്താനുള്ള മീൻസ് എന്ന് പറയുന്നത് എന്താണത്? ആക്ടിവിറ്റി പ്രിൻസിപ്പിൾ എന്താണ്? ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി. അപ്പോൾ ആ രക്തസഭക്കാരി ചെയ്തത് എന്താണ്? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിച്ചാൽ താൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചു. അവൾ കൈയും കാലും എടുത്ത് പ്രാർത്ഥിച്ചില്ല, ബഹളം ഉണ്ടാക്കില്ല, സ്തുതിച്ചില്ല, ഒന്നും ചെയ്തില്ല. ജസ്റ്റ് റിമൈൻഡ് ജീസസ്. ഈശോയെക്കുറിച്ചൊരു വിചാരം മാത്രം. എന്താണ്? ഞാൻ സുഖം പ്രാപിക്കുമെന്ന്. അവരുടെ ഉള്ളിലിരിപ്പാണ് ആ വിശ്വാസം. അപ്പം തന്നെ പവറടിച്ചു. ഇപ്പോഴും ഇയാൾക്ക് ഈ എലീഷയ്ക്ക് പവറടിക്കണേ എങ്ങനെയാണ്? ഗായകൻ പാടിയപ്പോൾ എലീഷയിലേക്ക് പവറടിച്ചു. അപ്പോൾ ഒരു പാട്ട് നിസ്സാരം. ഇപ്പം നിങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്കില്ലേ,
കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ചിലരും ചാടി വീണ് ഉടനെ മൊബൈലെടുത്ത് ഓൺ ചെയ്യണില്ലേ? ചില മുണ്ണകൾ കുടുംബ പ്രാർത്ഥന ഇടയ്ക്കും മൊബൈലെടുത്ത് ഓൺ ചെയ്യും. അവരെ കൈയൊക്കെ തളർന്നു പോകാതിരുന്നത് അത്രയും നല്ലതാണ്. അതായത് ദൈവത്തിൻ്റെ മുമ്പിലാണ് അവൻ വിട്ടുവീഴ്ച കാണിക്കേണ്ടത്. ചിലവന്മാർ കുർബാന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വിളിച്ചതെന്ന് പറഞ്ഞാൽ ഉടനെ ചാടിപ്പോവും, പുറത്തേക്ക് മൊബൈൽ കൊണ്ട് പോകും. അഭ്യാസമാണ്, വിവരമില്ലായ്മയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പത്വമാണ്. എന്നുവെച്ചാൽ കാര്യം ദിവ്യകുർബാനയിൽ കർത്താവ് ഇരിക്കുമ്പോൾ ഇവന് അതിനേക്കാൾ വലുതാണ് വേറെ ആരാണ്ടെന്ന്. ആരാണ്ട് വായി നോക്കി വിളിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇവനൊക്കെ നിന്നെ വിളിച്ച ആൾക്കാർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ എന്ത് വിലയുണ്ട്? ഒരു വിലയുമില്ല. ദൈവത്തിൻ്റെ മുമ്പിലുള്ള വില നോക്കിയിട്ട് വേണം നീ ബാക്കിയുള്ള തീരുമാനം എടുക്കാൻ. ആര് വിളിച്ചാലും അവിടെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. വരട്ടെ, കർത്താവ് തീരുമാനിക്കണം, നടക്കും. കർത്താവിനേക്കാൾ വലിയ കമ്പനിയിലല്ല. ഇൻ്റർവ്യൂ ആണെന്നാണ് പറയണത്. അപ്പോൾ നീ ഒരു നിലപാടെടുക്കണം. നിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള സമയമായിരുന്നത്. നിൻ്റെ റിസൾട്ടിനേക്കാളും നിൻ്റെ കമ്പനി ഇൻ്റർവ്യൂവിനേക്കാൾ വലിയവരാണ് ദൈവം എന്ന് നിനക്ക് പറഞ്ഞു തരാൻ പരിശുദ്ധാത്മ വേണമായിരുന്നു. അതിനെ കർത്താവ് പറയണത് സഹായകനെന്ന്. യോഹന്നാൻ 14:26 എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. എന്താ കാര്യം എന്നറിയാവോ? ഈ സഹായകൻ ഇല്ലാത്ത കൊണ്ടാണ് കുർബാനയ്ക്ക് വരും, പക്ഷേ ആരെങ്കിലും വിളിച്ചാൽ മൊബൈൽ വന്നാൽ റിങ് അടിച്ചാൽ അപ്പത്തെ ചാടി പുറത്ത് വീഴും. എന്താ കാര്യം? അത് നീ കർത്താവിൻ്റെ മുമ്പിൽ നിന്നെ വിളിക്കുന്ന കമ്പനിയേക്കാളും ഇൻ്റർവ്യൂവിനേക്കാളും റിസൾട്ടിനേക്കാളും വലിയവൻ്റെ മുമ്പിലാണ് നീ നിൽക്കണതെന്ന് നിനക്ക് പറഞ്ഞു തന്ന് സഹായിക്കാൻ ആരുമില്ല. അതായത് നീ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവനായതുകൊണ്ടാണ് ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? സങ്കടപ്പെട്ട് കാര്യം മനസ്സിലാക്കിയിട്ട് മുട്ട എന്ന് മനസ്താപം ചെല്ലണം. നീ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും നീ കാര്യം മനസ്സിലാക്കിയ കർത്താവെ അറിയാതെ പെട്ടെന്നുള്ള ധൃതിക്ക് ചെയ്തു പോയതാണ് ഈശോയെ, എൻ്റെ ദൈവം ഏറ്റവും നല്ലവനും എല്ലാത്തിനും പ്രിയ സ്നേഹിക്കപ്പെടും. റെക്ടിഫൈ ചെയ്യണം, ഉടനെ റെക്ടിഫൈ ചെയ്യണം. മനസ്താപരണം ഭയങ്കര പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ. അറിയാൻ പാലാത്തവർ കൃപാസനത്തിൽ വരുമ്പോൾ പഠിക്കും. അത് എല്ലാവരും പഠിക്കുകയെ അങ്ങനെയല്ല. ഞങ്ങളിവിടെ കുർബാന സ്വീകരിക്കണ മുമ്പ് മനസ്താപരണം ചെല്ലും. കാര്യം എൻ്റെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന ഞാൻ കണ്ടിട്ടില്ല. കർത്താവിൻ്റെ പ്രാർത്ഥന ഉണ്ട്, അത് നമുക്ക് ഇതിനായിട്ട് മനുഷ്യനെ എഴുതിയ പ്രാർത്ഥനകളിൽ ഏറ്റവും നല്ലതാണ് മനസ്താപരണം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായി. കണ്ട അവിടെ വന്നിട്ടുണ്ടല്ലേ, ഇൻ്റർവ്യൂവിനേക്കാൾ ടെസ്റ്റിനേക്കാളും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് മനസ്താപം വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ മനസ്താപം ഉണ്ടല്ല, മനസ്താപമാണൊരു മനുഷ്യൻ്റെ ആധ്യാത്മികതയുടെ ഒരു ആസ്തിഭദ്രത. നിനക്ക് മനസ്താപം ഉണ്ടോ? നിനക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കാൻ പറ്റും. അയാൾ പ്രാർത്ഥിച്ചില്ലേ? ആരാണ്? കർത്താവെ, അബദ്ധം പറ്റിപ്പോയി, എന്നാലും നിൻ്റെ തിരുസന്നിധി നിന്നെ തള്ളിക്കളയരുത് എന്ന് പ്രാർത്ഥിച്ചില്ലേ ദാവീദ്? അതുപോലെ തന്നെ മനസ്താപത്തിന് പ്രസൻസ് ഫീൽ ചെയ്യിക്കാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ മക്കൾ ദൈവ തിരുസന്നിധിയിൽ എന്ത് സഹായകനായ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമുക്ക് മനസ്താപം തരേണ്ടത്. പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ്, സഹായം ഇല്ലാത്തത് കൊണ്ടാണ് ചാടിപ്പോണത്. മനസ്താപം ഇല്ലാത്തതും പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഒന്നുമില്ല. അതാണ് സംഭവം. മനസ്താപം ഉണ്ടാകത്തിന് സഹായവും കിട്ടത്തില്ല. അത് ഭയങ്കര സീരിയസ്. അതുകൊണ്ട് ആത്മാവിനെ നേടാൻ നല്ലത് പശ്ചാത്താപമാണ്. അതാണ് ഞങ്ങൾ ഈ അമ്മയുടെ അടുത്തൊക്കെ ഞങ്ങൾ എപ്പോഴും മാറാൻ നിൽക്കേണ്ട കാര്യത്തിൽ എല്ലാ വിളക്കും കെട്ടാലും കെടാത്തൊരു വിളക്കാണ് അമ്മ. അമ്മേ, പരിശുദ്ധാത്മാവ് പോയ പോലെ തോന്നണം, എനിക്ക് വേണ്ടി ഒന്ന് മധ്യസ്ഥം വഹിക്കണേ എന്ന് പറഞ്ഞാൽ അമ്മ ആ സമയത്ത് നമുക്കൊരു മധ്യസ്ഥം വഹിക്കും. അതാണ് മരിയൻ മധ്യസ്ഥയുടെ ശക്തി. ഒരു കാലം കരിസ്മാറ്റിക്കിൻ്റെ വലിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല. മേമ്പടി പോലെ അച്ചാർ പോലെ അമ്മയെ സൂക്ഷിച്ചിരുന്ന കാലം. എന്നാ പറ്റി? എല്ലാ ധ്യാനഗുരുക്കന്മാരും പോലെ പശ്ചാത്തപിച്ചിട്ടുണ്ടല്ലോ. പരിശുദ്ധ അമ്മയെ കുറേ കാലം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയെന്നും പറഞ്ഞു. യേശു ഏകരക്ഷകനോട് സാധനം തിരക്കടിച്ച് കയറിയിട്ട് അവസാനം മാധ്യസ്ഥം മറന്നുപോയി. എല്ലാത്തിനും പരിശുദ്ധാത്മാവ് വരെ കെട്ടുപോകുന്ന സമയമുണ്ടായ കെട്ടുപോകാത്തൊരു വിളക്കാണ് പരിശുദ്ധാത്മ. അതാ വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും കരകയറാൻ പറ്റും. ഞാൻ ഇവിടെ വരുമ്പോൾ ജഡ്ജി എത്ര വയസ്സുണ്ട്? എനിക്ക് 67. നിങ്ങളെ കൊണ്ട് ഉടമ്പ ഇടിപ്പിച്ചത് ആരാണ്? ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ ഇടിപ്പിച്ചതാണ്. കരഞ്ഞു പറയുമ്പോൾ ഒരാൾക്ക് ഇടിപ്പിക്കും. പക്ഷേ എന്താ പ്രശ്നം എന്നറിയാവോ? ഇവർ ഉടമ്പടി ചെയ്യത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ എഴുതിയിടുകയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഉടമ്പടി ഇത്രയും മൂളിക്കൊണ്ടേ വെച്ചിരിക്കുന്നത്? ആവതുള്ള മാത്രം കയറിയാൽ മതി എന്നതിൻ്റെ അർത്ഥം. ഇത് കയറിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൊടുക്കുക. രോഗികളൊക്കെ പോയി കാണുമോ നിങ്ങൾ?
ഇത് കയറാൻ പറ്റാത്ത ആൾക്കാർ ഗവൺമെൻറ് സ്കൂൾ ആശുപത്രിയിൽ പോയി രോഗികളെ കാണുക, അവരെ കുളിപ്പിക്കുക, തറവാട്ടിൽ പോവുക, അവരെ കുളിപ്പിക്കുക, വസ്ത്രം കൊടുക്കുക, ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് ചെയ്യാനാവുന്ന സന്മനസ്സോ ഉള്ള ആൾക്കാർ ചെയ്ത ഉടമ്പടിയുടെ വിഷയം നേച്ചർ അതാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും വകുപ്പിൽ അവർ ഉടമ്പടി എടുക്കുമ്പോൾ എംബ്രാൻ്റെ വെട്ടത്ത് വാരുടെ അത്താഴം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ അത്താഴത്തിൽ പലതരത്തിലുള്ള ഈ സാധനങ്ങൾ വന്ന് വീഴും. അറിയാവില്ല, കണ്ടവൻ്റെ വെളിച്ചത്തിലല്ലേ സംഭവം ചെയ്യണത്. അതുകൊണ്ട് ഈ ഇടത്ത് ചുറ്റി നടക്കുന്ന സാധനങ്ങളില്ലേ അതൊക്കെ വന്ന് ഇതിനകത്ത് വീഴും, അത്താഴത്ത് വീഴും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ തീരുമാനിക്കുന്നത് ഉടമ്പടിയാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഉടമ്പടിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സുസൻ ഡിസിബായുടെ സാക്ഷ്യത്തോടെയാണ് ഇത് ആരംഭിച്ചത്. ഇത് വെച്ച് അവസാനിപ്പിക്കുകയാണ്. സുസൻ ഡിസിബ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് സാക്ഷ്യം പറഞ്ഞത്. അവരെന്നാ ഉടമ്പടി എടുത്തിരിക്കുന്നത്? ജനുവരി 19. ജനുവരി കഴിഞ്ഞിട്ട് ഫെബ്രുവരി 19 അല്ലേ? അപ്പോൾ ഒരു മാസം. അതിനുള്ളിൽ തന്നെ അവിടെ രോഗം ഓപ്പറേഷൻ പോലും ഇല്ലാതെ മരുന്ന് പോലും കഴിയൊക്കെ അമ്മ മാറ്റിക്കൊടുത്ത്. പിന്നെ എന്താ സംഭവിച്ചിരിക്കുന്നത് അവർക്ക്? പിന്നെ അവരുടെ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ ഒന്നൊന്നായിട്ട് അവർ പറയുന്നുണ്ട്. 6 വിഷയം പറഞ്ഞ് 6-7 കാര്യം അമ്മ ചെയ്തിട്ടുണ്ട്. അനിയത്തിക്ക് വീട് കിട്ടി, പിന്നെ അമ്മായിയമ്മയുടെ മുട്ടിൻ്റെ നീര് മാറി അവർ നന്നായിട്ട് നടക്കാൻ തുടങ്ങി. ഇതെല്ലാം ഇപ്പോൾ എത്ര മാർച്ച് 4, മാർച്ച് 19 ആയിട്ടില്ല, 60 ദിവസം കഴിഞ്ഞിട്ടില്ല. 50 ദിവസത്തിനുള്ളിലുള്ള 6 കാര്യത്തിന് 7 കാര്യം നടത്തിക്കൊണ്ടാണ് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവരുടെ സാക്ഷ്യം ഒന്ന് കേട്ടിട്ട്, ഇത് അച്ഛൻ്റെ ഈ ടോക്കും കൂടി കേട്ടിട്ട് നിങ്ങൾ ഉടമ്പടി ഇത് നിങ്ങൾ ഷഫിൾ ചെയ്തിട്ട് റീഷിഫ്റ്റ് ചെയ്യണം. രണ്ടാമത് പുനഃക്രമീകരിക്കണം. കാര്യം ഈ സ്പിരിറ്റ് നോക്കണം. ഉടമ്പടി മരിയൻ ഉടമ്പടി ഫയേഡ് ആൻഡ് പവേഡ് ബൈ മരിയൻ സ്പിരിച്വാലിറ്റി. അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം പറഞ്ഞ എന്താണ്? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ തൃക്കൺ പാർത്തു. എളിമയുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രവർത്തനം ഉടമ്പടി പ്രകാരമുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കത്തുള്ളൂ. രോഗികളെ കാണാൻ പറ്റത്തുള്ളൂ. അവിടെ കൂടെ ഇരുന്ന് അവരെ കുളിപ്പിക്കാനോ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ കയ്യിലുള്ള പൈസ മറ്റവർക്ക് കൊടുക്കാനോ. ഇനി നിങ്ങൾ പഠിക്കാൻ കാശില്ലാത്തവരില്ലേ, ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ അവരെ വീട്ടിൽ നിന്ന് പഠിച്ചു, IELTS പോയി തോറ്റു, പിന്നെയും അപ്പോൾ അവിടെ പോയി ട്യൂട്ടോറിൽ പോയി പഠിച്ചിട്ടും പിന്നെയും തോറ്റെങ്കിൽ പിന്നെ അവരാരെങ്കിലും പഠിപ്പിക്കണ്ടേ? ഇനിയും 35,000 രൂപ മുടക്കി അവർക്ക് പഠിക്കാൻ പറ്റുമോ? അപ്പോൾ അത് പൈസ മുടക്കിയവർക്ക് പഠിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ അത് കാരുണ്യപ്രവൃത്തി ഉള്ളവരാണ്. അറിവില്ലാത്തവരെ പഠിപ്പിക്കുക എന്നുള്ളത് കാരുണ്യപ്രവൃത്തിയിലുള്ളതാണ്. അല്ല രോഗികളെ കാണുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ട്യൂഷൻ എടുത്താൽ പോലും ഉടമ്പടിയുടെ ഭാഗമാണത്. അറിവില്ലാത്തവരെ പഠിപ്പിക്കുക എന്നുള്ളത് കാരുണ്യത്തെ എന്തിനു പക. നിങ്ങളത് ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയണില്ല. നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. അയൽവാസിയല്ലേ, കൂട്ടുകാരത്തിയല്ലേ, നമുക്കൊരു കൂട്ടുകാരത്തിനെ കിട്ടുമല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജഡികമായ ചിന്തയിലാണ് ചെയ്യണം. അല്ല, അങ്ങനെയല്ല. ഏത് ജാതിക്കാരായാലും നമ്മൾ അവരൊന്ന് സഹായിക്കണം, പഠിപ്പിക്കാൻ. അവർക്ക് പഠിക്കാനുള്ള നിർവാഹം ഇല്ലെന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഉടമ്പടിയുടെ ഭാഗമായിട്ട് നിങ്ങൾ കാഴ്ചവെച്ചാൽ മതി. കർത്താവേ, എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ എളുപ്പം, അറിവില്ലാത്തവരെ പഠിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ മാത്സ് അറിയാൻ മേലാത്തവരെ പഠിപ്പിക്കും, ഇംഗ്ലീഷ് അറിയാൻ മേലാത്തവരെ പഠിപ്പിക്കും, അവരെ പരീക്ഷയ്ക്ക് പഠിപ്പിക്കും. അവരെ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും നിങ്ങൾക്കത് നിലനിൽക്കാൻ പറ്റും. രോഗികളെ തന്നെ കണ്ടിട്ട് അങ്ങനെ ഓപ്ഷൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ കാരുണ്യപ്രവൃത്തി ഉള്ളതാണ്. അറിവില്ലാത്തവരെ പഠിപ്പിക്കുവിൻ. കർത്താവ് പറഞ്ഞതാണ്, അവൻ പറഞ്ഞതാണത്. എന്താ പറഞ്ഞത്? നിങ്ങൾ ലോകം മുഴുവൻ പോവുക, എല്ലാ ജനതകളെയും പഠിപ്പിക്കുക. അതാണ് വിഷയം. അപ്പോൾ ആത്മീയമായ കാര്യങ്ങൾ ചില ആൾക്കാർ ഞാൻ മാതാവിനെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്, അത് പഠിപ്പിക്കുക. മാതാവ് സാക്ഷ്യം പറയാൻ പറഞ്ഞില്ല, ഞാൻ മാതാവിനെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കും. അതെന്താ കാര്യം? അത് പഠിപ്പിക്കലാണ്. അത് കാരുണ്യപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അറിയില്ലാത്തവരെ പഠിപ്പിക്കുക. എഴുന്നേൽക്കുക, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ആരാധന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം ആകസ്മികമായി ഡിവോയിഡ് ഓഫ് എനി ഇൻസ്പിറേഷൻ, നിങ്ങൾ ആരെങ്കിലും സമ്മർദ്ദം ചെയ്യുക, ഓർപ്പിച്ച് തരിക അല്ലാതെ കേവലമായി എന്തെങ്കിലും ഓർത്താൽ ആ വിഷയം നിങ്ങളുടെ പ്രാർത്ഥനയുടെ സബ്ജക്റ്റ് ആക്കണം. കേവലമായി ആരെങ്കിലും ഓർപ്പിച്ച് തരാതെ ചുമ്മാ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർക്കും. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോഴും നിങ്ങളത്, അതിനർത്ഥം ദൈവം ആ മേഖലയിൽ അടയാളം കാണിക്കാൻ പോകുന്നു എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവേ, ആ മേഖല ഞാൻ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ചില വ്യക്തികളാകാം, രോഗമാകാം, സംഭവമാകാം. ചിലപ്പോഴും നിങ്ങൾ ഇത്രയും നാൾ ഓടുന്നതിൻ്റെ നിങ്ങൾ ഉപേക്ഷിച്ച് പോയ ഒരു ഫയലാകാം. നിങ്ങൾ കുറേ നാൾ അതിൻ്റെ മേൽ വർക്ക് ചെയ്തു അവസാനം ഇട്ട് കളഞ്ഞു. എപ്പോഴും സംഭവിക്കുന്നൊരു വിഷയം, ദൈവം ഒന്നും ഇട്ട് കളയത്തില്ല. നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നത് മാത്രമേ അത് ഫീഡായി പോകത്തുള്ളൂ. ബാക്കി എല്ലാം തിരിച്ചു വരും. എല്ലാം. ഇപ്പോൾ യേശു പോലും ഒരു തിരിച്ചു വരവിൻ്റെ കഥയാണ്.
ജെസ്സയുടെ ഒരു സ്റ്റെമ്മാണ്, ഗോത്രത്തിൽ നിന്നാണ്, എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞൊരു ഗോത്രത്തിൽ നിന്ന് ഒരു സ്റ്റെമ്മിൽ നിന്നാണ് ദൈവം തൻ്റെ അഭിഷിക്തനെ അയച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉപേക്ഷിച്ച് കളഞ്ഞ വിഷയങ്ങൾ, ആശയങ്ങൾ, ചിലപ്പോൾ പഠനമായിരിക്കാം, ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമമായിരിക്കാം, എന്തുമായിക്കോട്ടെ, അത് നിങ്ങളെ ഓർത്തുപോയാൽ ആ മേഖലയെ ദൈവം അഭിഷേകം ചെയ്യാൻ പോണെന്ന അർത്ഥം. ശ്രുതികട്ടെ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ആദ്യത്തെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ രൂപം ഇങ്ങനെ കുരിശിൽ കിടക്കുകയാണ്. അപ്പോൾ കക്ഷത്തൊരു മുഴ, കർത്താവിൻ്റെ കക്ഷത്തൊരു മുഴ. അപ്പോൾ ഞാനത് എനിക്ക് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു സൂചന, ഓൾറെഡി ഇപ്പം നമ്മൾ കുരിശിലാണ്, അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഭാരം കൂടി വരുന്നു. അങ്ങനെയുള്ളവർ അത് കർത്താവിൻ്റെ കുരിശിൻ്റെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തെ അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, അച്ഛാ ഇത് കുരുമക്കുരു ആയിപ്പോയല്ലോ എന്ന് പറയും. ദാറ്റ്സ് ഓക്കെ. ഓൾറെഡി നിങ്ങൾക്കൊരു പ്രശ്നങ്ങളുണ്ട്, അതിനിടയ്ക്കൊരു അഡീഷനായിട്ട് പ്രശ്നം വരുന്നത്. ആ കൈ, കർത്താവിൻ്റെ കൈ കുരിശിങ്ങനെ തറച്ചു വെച്ചിരിക്കുകയല്ലേ, അതിനിടയ്ക്കാണ് ഒരു മുഴുവൻ. പക്ഷെ ഓർക്കുക, അപ്പോൾ ഈശോന്ന് നോട്ട് എന്താണ്, ഇപ്പം നിങ്ങളുടെ സങ്കടം ഇപ്പം ഡബിൾ ചെയ്തിരിക്കണം വിചാരിച്ചു. അപ്പോഴെന്ത് ചെയ്യണം നിങ്ങൾ? അത് കർത്താവിൻ്റെ കുരിശിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ. അതിൻ്റെ അർത്ഥം എന്താണ്? യേശു ക്രിസ്തുവിനോടുകൂടെ സഹിക്കുന്നവർ, പറഞ്ഞ് ടേക്ക് ദ വേർഡ്, പറഞ്ഞ് യേശു ക്രിസ്തുവിനോടുകൂടെ സഹിക്കുന്നവരെ യേശു ക്രിസ്തുവിനോടുകൂടെ നേടും. യേശു ക്രിസ്തുവിനോടുകൂടെ സഹിക്കുന്നവരെ യേശു ക്രിസ്തുവിനോടുകൂടെ നേടും. സഹനമല്ല പ്രശ്നം. എന്താണ് മെസ്സേജിൻ്റെ അർത്ഥം? എന്താണ്? ക്രിസ്തുവിൻ്റെ കൂടെ ആക്കാൻ പറഞ്ഞിരിക്കുന്നത്. നിന്റെ സഹനം നീ പലപ്പോഴും ബന്ധുക്കളെ, സ്വന്തപ്പെട്ടവർ, സഹോദരങ്ങൾ, ഡോക്ടർമാരിങ്ങനെ ഓരോരുത്തരുടെ കൂടെ ആക്കുമല്ല. പക്ഷേ എന്നിട്ട് നീ എസ്റ്റാർട്ട് ചെയ്തിട്ട് അതിപ്പോൾ നിൻ്റെ ഒരു വിഷമം ഡബിൾ ചെയ്തിട്ടുണ്ട്, രോഗമുണ്ട്, ഇപ്പം കടുവമായെന്ന് വിചാരിച്ചു, ഡബിൾ ചെയ്ത് അത് നീ ക്രിസ്തുവിൻ്റെ കൂടെ വെക്കുക. ആരാധനയുടെ ഇതിപ്പോൾ എന്തെങ്കിലും ചിന്തിച്ച് പറയണതാണോ? ഞാൻ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിൽക്കുക, യേശുവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യത്തിന് നടുക്ക് നിൽക്കുക. ഇവിടെ ഈശോ നമ്മളോട് സംസാരിക്കുക. വചനത്തിൻ്റെ സുവിശേഷത്തെ ലക്ഷ്യം തന്നെ എന്താണ്? ഞാൻ അവിടെ വെച്ച് എൻ്റെ ജനങ്ങളോട് സംസാരിക്കുമെന്നാണ്. നമ്മൾ പുറപ്പാട് 25 ഒക്കെ വായിക്കുമ്പോൾ എന്താണ്? കൃപാസനം രൂപപ്പെടുത്താൻ വേണ്ടി മോസസിനോട് പറയുമ്പോൾ എന്താ പറയുന്നത്? ഞാൻ അവിടെ വെച്ച് ജനങ്ങളോട് സംസാരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ അത്താറയിലെ ആരാധന സമയത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവം നിൻ്റെ ജീവിതത്തിൽ നിറവേറ്റാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എന്താണ് നിൻ്റെ ഒരു സിറ്റുവേഷൻ എങ്കിലും ഡോണ്ട് മൈൻഡ്, നീ അത് പറയണം. ഒരു കൈ ഉയർത്തി പറയുക, കർത്താവേ എൻ്റെ വ്യത്യസ്തങ്ങളായ ക്ലേശഭാരങ്ങളെ വിശ്വാസത്തോടെ ഞാൻ അങ്ങയുടെ കുരിശിന്റെ കൂടെ ചേർത്തുകൊണ്ട് നിന്റെ പീഡാനുഭവത്തെ ഏറ്റു പറഞ്ഞുകൊണ്ട് നിന്റെ ഉയർപ്പിലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ പീഡാനുഭവത്തെ ഞങ്ങളുടെ പീഡാനുഭവത്തോട് ആശ്രയിച്ച് സ്മരിച്ചുകൊണ്ട് നിന്റെ ഉയർപ്പില് ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് പ്രത്യാശിച്ചുകൊണ്ട് വിശ്വസിച്ചേറ്റു പറയുന്നു. ശ്രദ്ധിക്കട്ടെ, പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഈ വിശ്വാസത്തിൻ്റെ ആക്ടിവേഷനും എപ്പോഴും സംഭവിക്കുന്നത് യേശുവിൻ്റെ പീഡാനുഭവങ്ങളെ പ്രഖ്യാപിക്കുകയും അതേസമയം തന്നെ നമ്മുടെ പീഡാനുഭവങ്ങളിലെ യേശുവിൻ്റെ പീഡാനുഭവങ്ങളോട് ചേർത്തുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. ഒരു ചെറിയ പനിയായാലും ശരി, ഒരു വൈറൽ ഫീവറായാലും ശരി, അത് ആ പീഡാനുഭവത്തെ ഏറ്റെടുത്തിട്ട് കർത്താവ് നിൻ്റെ ശരീരവേദനയോട്, നീ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അനുഭവിച്ച ശാരീരിക വേദനയോട് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ മനോവേദനകള്, ശാരീരിക വേദനകളെ നിന്റെ മനോവേദനകളോട്, നിന്റെ പീഡാനുഭവത്തിന്റെ ശാരീരിക വേദനകളോട് ചേർത്ത് വെച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുന്നു. ശ്രദ്ധിക്കട്ടെ.
ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ കത്തി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തേച്ച് വെക്കത്തില്ലേ? അല്ലെ, കത്തി ഉപയോഗിക്കുന്നവർ പച്ചക്കറി അരിയാനാണെങ്കിലും മറ്റെന്ത് സാധനം അരിയാനാണെങ്കിലും കത്തി നമ്മൾ മുറിച്ചുകൂട്ടി വെക്കും. നമ്മൾ ഒരു മാസം നാട്ടിലില്ലെങ്കിൽ പിന്നെ വരുമ്പോൾ ഈ കത്തിയൊക്കെ ഒരു പരുവായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത് തന്നെ രാഗി ശരിയാക്കിയെടുക്കും. ഇതുപോലെ നിങ്ങൾ രാഗണ്ട കൂടുതൽ ഹയർ പ്രൊഡക്ഷന് വേണ്ടി രാഗണ്ട 2 സാധനങ്ങളുണ്ട്. ഒന്ന് നിങ്ങളുടെ വിശ്വാസവും ഒന്ന് നിങ്ങളുടെ ദൈവസ്നേഹവുമാണ്. ഈ സംഭവമാണ് മൂർച്ച കൂട്ടുന്ന സാധനം. എല്ലാം സ്പീഡാക്കി അരിയണത് എല്ലാം മൂർച്ച ഉണ്ടെങ്കിലേ സ്പീഡായിട്ട് അരിയാൻ പറ്റത്തുള്ളൂ അല്ലേ? അധ്യാത്മ ജീവിതത്തിൽ നല്ല ഹാർവസ്റ്റിംഗ് നടത്തണമെങ്കിൽ നമുക്ക് മൂർച്ച വേണം. എന്തിന് മൂർച്ച വേണം? വിശ്വാസത്തിന് മൂർച്ച വേണം. പിന്നെന്ത് വേണം? സ്നേഹത്തിന് മൂർച്ച വേണം. ദൈവസ്നേഹത്തിന്. കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എനിക്ക് അങ്ങയോടുള്ള വിശ്വാസത്തിലെ, എനിക്ക് അങ്ങനെയുള്ള സ്നേഹത്തിലെ എന്നെ സമൃദ്ധമാക്കണമേ. എന്റെ അങ്ങനെയുള്ള സ്നേഹത്തിലെ എന്നെ വർദ്ധിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശരീരത്തിലെ ആണി പോലെ ഇങ്ങനെ വന്ന് പിന്നെ അതൊരു ശരീരത്തിൻ്റെ ആ ഭാഗം കല്ലായിട്ടിരിക്കുകയാണ്. കല്ല് പോലെ ഭയങ്കര ഹാർഡാണ്. അത് നമുക്ക് എടുക്കാനും പറ്റണില്ല, അത് പൊറുക്കണമില്ല, പഴുക്കണമില്ല. ഒരു ഡെഡ് ബോഡി കല്ല് വെച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പുറമേ ആയാലും അങ്ങനെ ഭാഗം കാണുന്നുണ്ട്. കർത്താവ് ആ വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികട്ടെ. പരമദിവ്യകാരണത്തിന് കർത്താവ് ലൈനിലുള്ളത് കൊണ്ടാണ് ഇതുപോലെ ചെറിയ ചെറിയ നിർദ്ദേശങ്ങളൊക്കെ തരണത്. ഞാനൊന്നും കണ്ടുപിടിച്ച് പറയണതല്ല. എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിച്ചാണ് നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. വെച്ചാൽ നിങ്ങൾക്ക് സ്നേഹം വർദ്ധിപ്പിക്കണം. നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോഴേ, വീട്ടിലേക്ക് ഇരിക്കത്തില്ലേ, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ കർത്താവ് ഒരു നിമിഷം നെഞ്ചത്ത് വെച്ച് കർത്താവെ, നിന്നോടുള്ള സ്നേഹത്താൽ എന്നെ വർദ്ധിപ്പിക്കണമേ. യു ആർ മോർ കോൺഷ്യസ് അബൌട്ട് ദി ഇൻറ്റൻഷൻസ് യു ആർ പ്ലേസ്ഡ്. നിങ്ങൾക്ക് വരുന്നൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്. ദാറ്റ്സ് നോട്ട് സെൻസ്. അതിൻ്റെ ആവശ്യമില്ല. അത് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ അവർ മാറ്റർ. അത് നമ്മുടെ കാര്യമല്ല. ഓൾറെഡി വി ഹാവ് പ്ലേസ്ഡ്. നമ്മളത് കർത്താവിനെ ഏൽപ്പിച്ച് കഴിഞ്ഞു. ഇനി അത് കർത്താവിൻ്റെ കാര്യങ്ങളാണ്. നമ്മുടെ കാര്യമാണോ? അല്ല. നിങ്ങളുടെ കാര്യം എന്താ? അവൻ്റെ സ്നേഹത്തെ നിങ്ങൾ ഓരോ ദിവസവും അഡ്വാൻസ് ചെയ്യണം. വാട്ട് ഈസ് യുവർ ഇൻപുട്ട് എന്ന് കർത്താവ് ഓരോ സമയത്ത് പറഞ്ഞത്. ഇന്നലത്തേക്കാൾ നിനക്ക് സ്നേഹം കൂടിയോ ദൈവത്തോട്? അറിയത്തില്ല. അതാണ് പ്രശ്നം. ഇന്നലത്തേക്കാൾ ഇന്ന് നിനക്ക് വിശ്വാസം കൂടിയോ? അറിയില്ല എന്ന് പറയും. അതാണ് പ്രശ്നം. നിനക്ക് അറിയണം. ഓരോ ദിവസം ചൊല്ലി ഒന്ന് പ്രത്യേക കൈ നെഞ്ചത്ത് വെച്ച് കർത്താവേ, ഓരോ ദിവസം തോറും എനിക്ക് അങ്ങയോടുള്ള സ്നേഹവും വിശ്വാസവും വർദ്ധമാനമാക്കണമേ. എന്നെ ഏറ്റെടുക്കണമേ. ഇപ്പൊ നമ്മള് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് എന്താണ്? എന്നെ ഏറ്റെടുക്കണമേ. അതാണ് നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രാർത്ഥനയാണത്. എന്നെ ഏറ്റെടുക്കണമേ. എന്താണ് ഈ ധ്യാനത്തെ പരിശുദ്ധാത്മാവ് ഈ ലെവലിലോട്ട് ഇങ്ങനെ തള്ളി കൊണ്ടുപോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. എന്താ കാര്യം? ഉടമ്പടി ബേസിക്കലി അതൊരു ഡൂയിങ് പ്രെയറാണ്. ചൊല്ലണ ഒരു റിസൈറ്റിംഗ് പ്രെയർ അല്ല, ചൊല്ലണ പ്രാർത്ഥനയല്ല. എന്താണത്? അത് ചെയ്യണ പ്രാർത്ഥനയാണ്. പക്ഷെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ ഫാൻ കറങ്ങണം അല്ലേ? കറണ്ട് വേണ്ടേ അല്ലേ? അതുപോലെ ചെയ്യണമെങ്കിൽ ദൈവസ്നേഹം വേണം. നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവേ നിന്നോടുള്ള സ്നേഹത്താലെന്ന് പറയണം. ഒരു പത്രം ഒരാൾക്ക് കൊടുത്താൽ പോലും പറയേണ്ടത് എന്താണ്? കർത്താവേ, ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ പേരിലെന്നല്ല പറയേണ്ടത്. എന്താ പറയണത്? നിന്നോടുള്ള സ്നേഹത്തെ പ്രതി. നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നിങ്ങൾ ആ സർക്കാർ ആശുപത്രിയിൽ കൊണ്ട് രോഗികളെ കണ്ട് കൊടുക്കുന്നുണ്ട്. അയൽവാസികൾക്ക് സഹായിക്കുന്നുണ്ട്. രോഗികളെ സഹായിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ യേശുവിനെ അറിയിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? യേശുവിനെ നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. അത് മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും ഉടമ്പടിക്ക് ഇത്രയും സ്പീഡ് വരാനും അതുപോലെ തന്നെ ഇത്
ഇതുപോലെ കാലഹരണപ്പെട്ട വിഷയങ്ങൾ ഇത് ഏറ്റെടുക്കാനും എല്ലാം ഒരു പ്രത്യേകത. അത് ആൾക്കാർ സാക്ഷ്യം പറയണത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. എല്ലാപ്പോഴും ഞാൻ പറയും, പക്ഷെ പറയുമ്പോഴൊക്കെ ഓരോരോ രീതികളിലാണ് പറയണമെന്നേ ഉള്ളൂ. ചൊല്ലണ പ്രാർത്ഥനയല്ല. പുതിയ ആൾക്കാരെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. ഇത് ചൊല്ലി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇതൊരു 20% മാത്രമേ ചൊല്ലണതുള്ളൂ, ബാക്കിയെല്ലാം ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ഇതാണ് ഏറ്റെടുപ്പെന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പീഡ് കണ്ടൻറ്റ് എപ്പോഴും ഇരിക്കുന്നത് ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സ്പീഡ് കണ്ടൻറ്റ് നമുക്കറിയാമല്ലോ. ഓരോരുത്തരുടെ യേശുവിൻ്റെ കൂടെ നിന്ന ഓരോ മനുഷ്യരുടെ ജീവിത അനുഭവങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും ആരാണ് എപ്പോൾ ലക്ഷ്യത്തിലെത്തിയെന്ന്. ആദ്യം ലക്ഷ്യത്തിലെത്തിയത് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി ആരായിരിക്കേണ്ടതായിരുന്നു? പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യം കണ്ടത് ആരാണ്? കണ്ടത് ആരായിരിക്കേണ്ടതാണ്? ശരിക്കും പറഞ്ഞാൽ ആരാണോ അന്ത്യത്താഴത്തിലെ കർത്താവിൻ്റെ നെഞ്ചത്ത് കിടന്നത് അതാരാണ്? കർത്താവിൻ്റെ നെഞ്ചത്ത് കിടന്നത് ആരാണ്? യൂദാസ് മാതാവി. ആരാണ്? യോഹന്നാൻ. ദാറ്റ്സ് ഓക്കെ. ആരാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നത്? യോഹന്നാൻ അല്ലേ? അപ്പോഴാരായിരിക്കണം പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാകേണ്ടത്? പിന്നെ എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചല്ലോ അവിടെ. നിങ്ങളെനിക്ക് എന്നെ മനസ്സിലാക്കിയത് നിങ്ങളെ. ആരാണ് അന്ത്യത്താഴത്തിൽ കർത്താവിന് നെഞ്ചത്ത് കിടന്നത്? ശ്രദ്ധിച്ച് പറ. യോഹന്നാൻ. ആരാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നത്? അപ്പോഴാരാണ് പുനരുദ്ധാനത്തിൻ്റെ സാക്ഷി ആകേണ്ടത്? പിന്നെ എന്താ പറ്റിയത്? പിന്നെ ആരാണ് ഇപ്പോൾ പുനരുദ്ധാന സാക്ഷി ആയിരിക്കുന്നത്? ആരാണ് ആദ്യത്തെ സാക്ഷി? മേരി മാഗ്ഡലിൻ. അതാണ് സംഭവം. എന്താണ് എൻ്റെ കണ്ടൻറ്റ്? ആ കണ്ടൻറ്റ് അവിടെയാണ് പ്രശ്നം. അതാണ് കണ്ടൻറ്റ്. മേരി മാഗ്ഡലിൻ്റെ ഒരു ഒറ്റ വർത്തമാനമാണ്, അല്ലെങ്കിൽ അവളുടെ മനസ്സിരിപ്പ് അതാണല്ലോ. അവളുടെ മനസ്സിരിപ്പ് എന്താ കാര്യം? അവളുടെ മനസ്സിരിപ്പ് എന്താണ്? അവളോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ. യേശു പറഞ്ഞോ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അല്ല അവളോട് പറഞ്ഞു? ഒരിക്കലും പറഞ്ഞിട്ടില്ല. പറഞ്ഞ കക്ഷികൾ പത്രോസും യാക്കോബും യോഹന്നാനോടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. 4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പാഷൻ പ്രഡിക്ഷൻസ് 4 പ്രാവശ്യം പറഞ്ഞു ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അങ്ങനെ ഒരു കാറ്റഗറിസം ഒന്നും മേരി മാഗ്ഡലിന് കൊടുത്തിട്ടില്ല. പക്ഷേ മേരി മാഗ്ഡലിനാണ് ചാടി പുറപ്പെട്ടിരിക്കുന്നത് ആദ്യം വെളുപ്പിനെ സുഗന്ധക്കൂട്ടുമായിട്ട്. ആരാണ് നേരത്തെ പോവുക, ആദ്യം എത്തുക, അതൊക്കെ എന്തൂസ്യാസത്തിൻ്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? എന്തൂസ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം ഉള്ളിലുള്ള ആൾക്കാർ, സ്നേഹം ഉള്ളിലുള്ള എൻതേയോസ് എന്നാന്ന് വെച്ചാൽ ഗ്രീക്കാണ്. തേയോസ് ദൈവം, എന്തൂസ്യാസം ദൈവം ഉള്ളിലുള്ള ആൾക്കാർ. ദൈവസ്നേഹ ക്രിസ്തു ഉള്ളിലിരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇവൾ ചാടി വെളുപ്പിനെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ കല്ലറയിലേക്ക് പോകുന്നത്. അവിടെ നോക്കുമ്പോൾ കല്ലറയിലെ മുടിക്കല്ല് മാറിക്കിടക്കുന്നത് കണ്ടിട്ട് അവൾ പത്രോസിനെയും യോഹന്നാനെയും വിളിച്ചുകൊണ്ട് ചെല്ലും. അവർ ചെന്ന് സംഭവങ്ങളെ കണ്ട് മനസ്സിലായെങ്കിലും അവർ തിരിച്ചു പോരും. മനസ്സിലായില്ലേ? എന്നിട്ടും തിരിച്ചു പോരാൻ നിൽക്കുന്നത് ആരാ? മേരി മാഗ്ഡലിൻ. ഇതിലും തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്തുവിനെയാണ് നിങ്ങൾ തിരക്കണമെങ്കിൽ ഇതാണ് മെത്തേഡ്. ഒരു മാഗ്ഡലിൻ മെത്തേഡാണിത്. എന്താണ്? ആദ്യമേ അന്വേഷിച്ച് പോവുക, അവസാനം വരെ അവിടെ നിൽക്കുക. ഇതെല്ലാം ഇത് ഇവരെന്തെങ്കിലും പ്രാർത്ഥന ചൊല്ലിയിട്ടല്ല മേരി മാഗ്ഡലിൻ യേശുവിനെ കണ്ടുമുട്ടിയത്. അവളുടെ മനസ്സിലുള്ള ഒരു സമർപ്പണമാണ്. അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ നിൽക്കണം. അത് തോട്ടക്കാരനാണെന്ന് മനസ്സിലാക്കി പറഞ്ഞു, പ്രഭു അങ്ങാണ് അവന്, എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയി, അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്ത് ചെയ്യണം? എന്നോട് പറയുക എവിടെയാണ് വെച്ചിരിക്കണമെന്ന്. ഞാൻ വന്ന് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ഇത് ചെയ്യണ പ്രാർത്ഥനയാണ്, ചൊല്ലണ പ്രാർത്ഥനയല്ല. എല്ലാവർക്കും കൈ നനയാതെ ചുണ്ടിങ്ങനെ ചലിപ്പിച്ച് എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് അടിച്ചു മാറ്റാമെന്നുള്ള വ്യാമോഹം, അങ്ങനെയുള്ള വിളക്കെല്ലാം മേരി മാഗ്ഡലിൻ തല്ലിക്കെടുത്തി കളയും. എന്താ കാര്യം? അവൾ പറയുന്ന വാക്കെന്താണ്? ഞാൻ ക്രിസ്തുവിനെ ഏറ്റെടുക്കാം. ഇത് പറയാൻ ചങ്കൂറ്റത്തോടെ ആര് പറഞ്ഞാലും അപ്പോൾ കർത്താവ് വിളിക്കുന്ന നിൻ്റെ പേര് മറിയാം. അതെന്താണ് നിൻ്റെ പേരെങ്കിൽ അത് ദൈവം വിളിച്ചിരിക്കും. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുക. പരമദിവ്യകാരണത്തിന് നമ്മളെ ദൈവസ്നേഹത്തിൻ്റെ പരിച്ഛേദങ്ങളെ, നിറഭേദങ്ങളെ വളരെ പ്രാർത്ഥനാപൂർവ്വം പരിശോധിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും.
യേശുവിനെ അറിയാൻ, യേശുവിനെ അനുഭവിക്കാൻ ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. എന്താ പ്രശ്നം? ഇപ്പം 20:15 ആ വചനമുള്ളത്. വായിച്ചോളൂ. യോഹന്നാന്റെ സുവിശേഷം. യേശു അവളോട് ചോദിച്ചു. പറഞ്ഞ യേശു അവളോട് ചോദിച്ചു. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. എന്തെടുത്തുകൊണ്ട് പോകാനേ പറഞ്ഞു? ഡെഡ് ബോഡിയാ. അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അറിയത്തില്ല ഈശോ ഉയർത്തെഴുന്നേറ്റത്. അവൾക്ക് ആകപ്പാടെ അറിയാവുന്നത് 3 ദിവസം മരിച്ചിട്ടുള്ളവർക്ക് ഡെഡ് ബോഡിയാണെന്നറിയാം. ഈ ഡെഡ് ബോഡി ഏറ്റെടുത്തോളം എന്നാണ് ഈ പറയണത്. യേശുവിന് വേണ്ടി ഒരു നാണക്കേടോ ഒരു ഭാരമോ ഒന്ന് ചിന്തിച്ച് നോക്കി. ഈ ചേച്ചിയാണ് നേരത്തെ ചോദിച്ചത്, കല്ല് മൂടി വെച്ചിരിക്കുമല്ലോ അവിടെ, ആരാണ് ഈ കല്ലെടുത്ത് മാറ്റാൻ നമ്മളെ സഹായിക്കണത്? അല്ലേ? മർക്കോസിൻ്റെ 16:3 വായിച്ചേ. അവർ തമ്മിൽ പറഞ്ഞു, ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിന്റെ വാതിക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുക? ഈ വചനങ്ങളുടെ ഒരു പോക്ക് കണ്ടില്ലേ? മർക്കോസ് 16:3 ഏറ്റു പറഞ്ഞേ. ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൽ നിന്ന് കല്ല് എടുത്തു മാറ്റി സഹായിക്കുന്നത്? ശവകുടീരത്തിന്റെ കല്ല് എടുത്തു മാറ്റാൻ സഹായം ചോദിച്ച മേരി മാഗ്ഡലിൻ ക്രിസ്തുവിൻ്റെ അവസ്ഥകളെ ഏറ്റെടുക്കുന്നതിന് ആരുടെയും സഹായം വേണ്ട. ക്രിസ്തുവിനെ ഏറ്റെടുക്കാൻ വരുന്നവർക്കുണ്ടാകുന്ന ബേസിക് നിലപാട്, അടിസ്ഥാന നിലപാട് എന്താണ്? ആരും സഹായിച്ചില്ലെങ്കിലും ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. ഒന്ന് പറഞ്ഞേ. ആരും സഹായിച്ചില്ലെങ്കിലും ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. ഒന്നുകൂടി പറഞ്ഞേ. ആരും സഹായിച്ചില്ലെങ്കിലും ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. അപ്പം ചില ആൾക്കാർക്ക് പള്ളിയിൽ പോകാൻ വേണ്ടി പോലും സഹായം വേണം കൂട്ടുകാരുടെ, അല്ലേ? ചില ആൾക്കാർക്ക് എന്നോട് ചോദിക്കും, അച്ഛാ എന്ത് അമ്മയും മകളും കൂടി വരും ഇവിടെ കൗൺസിലിങ്ങിന് വേണ്ടി വരും. അപ്പോൾ അമ്മ പറയും, അച്ഛൻ ഞങ്ങളുടെ നാട്ടിൽ കോളേജിൽ ഇവൾക്ക് അഡ്മിഷൻ കിട്ടും, ഇവൾക്കത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞ് ബാംഗ്ലൂർ അഡ്മിഷൻ മതിയെന്നാണ് പറയണത്. അപ്പോൾ അതെന്താ വെച്ചാൽ അല്ലെങ്കിൽ എന്നെ എനിക്ക് പഠിക്കണ്ട എന്നൊക്കെ ഇവൾ പറയണത്. ഷാട്ടിയാണ്. എന്താ കാര്യം? ബാംഗ്ലൂരാണ്, കൂട്ടുകാരെല്ലാം അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. അതാണ് സംഭവം. അപ്പം നിൻ്റെ ജീവിതം ആരെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നീ കണക്കുകൂട്ടിയിരിക്കുന്നത്? നിൻ്റെ ജീവിതം ആരെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നീ കണക്ക് കൂട്ടിയിരിക്കുന്നത്? അതായത് നീ ഇങ്ങനെ അവലംബിക്കുന്ന വ്യക്തികളെ ഓർക്കുക, ഇടയ്ക്ക് വെച്ച് നിന്നെ കൈ ഒഴിയും. ബൈ നോ മീൻസ് നിൻ്റെ ജീവിതകാലം മുഴുവൻ നീ പോണോടത്തെല്ലാം വരാൻ അവർക്ക് പറ്റുമോ? പക്ഷേ നീ പോണോടത്തെല്ലാം നിൻ്റെ കൂടെ വരാമെന്ന് ഒരാളെ പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ ബി വിത്ത് യു അൺടിൽ ദി ലാസ്റ്റ്.